ഒരു പാരിഷിനെ കുറിച്ച് പറയുന്ന ഇടവയെക്കുറിച്ച് പറയുന്ന കണക്ക് വളരെ ഭക്തരായ ജനമാണ്. അതുകൊണ്ട് തന്നെ കൃഷിയുടെ ആദ്യ ഫലങ്ങൾ പള്ളിക്ക് വേണ്ടിയുള്ളതാണെന്ന് അവർ വിചാരിക്കുന്നു. വയലിൽ ഒരു പൊടിപ്പുണ്ടാകുമ്പോൾ, തണ്ണിമത്തയാണ് അവരുടെ കൃഷി, ഒരു കിളുന്ത് തണ്ണിമത്ത ഉണ്ടാകുമ്പോൾ ആ തണ്ണിമത്ത മറ്റു തണ്ണിമത്തയിൽ നിന്ന് മാറിയിരിക്കാനായിട്ട് അവർ ആ കിളുന്ത് തണ്ണിമത്തയുടെ മീതെ ഒരു കുരിശടയാളം കോരിയിടുന്നു. ഏതാനും മാസങ്ങൾ കൊണ്ട് ഈ തണ്ണിമത്ത വലുതാകുന്നു, അതിനോടൊപ്പം ഈ കുരിശടയാളവും വലുതാകുന്നു. പക്ഷെ സംഭവിക്കുന്ന ഒരു ദുരന്തമുണ്ട്. ഈ കുരിശടയാളം വലുതാകുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സമാന്തരമായിട്ട് സംഭവിക്കുന്നുണ്ട്. പുറന്തോട് കഠിനമാകുന്നുണ്ട്. നമ്മുടെ മതാത്മക ജീവിതം പലപ്പോഴും ഇതിനോട് സദൃശ്യപ്പെടുത്താവുന്നതാണ്. നമ്മൾ വളർന്നനുസരിച്ചിട്ട് നമ്മുടെ ചെറിയ പ്രായങ്ങളിൽ നമുക്ക് ലഭിച്ച ചില മതപരമായ ചിഹ്നങ്ങൾ, മതപരമായ അടയാളങ്ങൾ, സൂചനകൾ, രീതികളൊക്കെ വികാസം പ്രാപിച്ചതല്ലാതെ അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശം കണ്ടെത്തുന്നില്ല. നമ്മുടെ പുറന്തോടിന് താഴെ എൻട്രി കണ്ടെത്തുന്നില്ല. എന്നാണ് യേശു എൻ്റെ മജ്ജയുടെ ഭാഗമായി മാറുക. അവിടെ നിന്ന് എൻ്റെ മജ്ജ തരാൻ വേണ്ടി നമുക്ക് മനസ്സാവുന്നുണ്ട്.